നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവോ ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗമായിട്ട് എന്താണ് നിങ്ങൾ നിൽക്കുന്നുണ്ടാവുക അല്ലെ. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കാം ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവുക. എന്തായാലും നിങ്ങൾ ഈ ഒരു അരമണിക്കൂർ ഇവിടെ നിന്ന് കേൾക്കാൻ നിങ്ങൾ റെഡി ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റങ്ങൾ എന്താണ് വരുമെന്നുള്ളത് നമ്മുടെയൊക്കെ ലൈഫിലൂടെ നമ്മൾ തെളിയിച്ചിട്ടാണ് എന്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാതെ ഒരു ഊഹാപോഹങ്ങളോ ഒരു പുകമറയോ ഒന്നല്ല നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ ഈ ഒരു പ്രൊജക്ട് എന്താണെന്നും എങ്ങനെയാണ് ഇതിലൂടെ ബെനിഫിറ്റ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നമ്മൾ 4 വേർഡ്സ് ആണെന്ത് പുതുതായിട്ട് ഇവിടെ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പോകുന്നത്. പുതിയ 4 വേർഡ്സ് ആണ്. അതായത് ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള വേർഡ്. നമ്മളൊക്കെ കയറി നിന്നിരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സെൻട്രലൈസ്ഡ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു അതോറിറ്റിയുടെ അണ്ടറിലാണ് എന്ത് നമ്മൾ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ള വർക്കേഴ്സ് ആയിരുന്നു ഇത്രയും കാലം. നമ്മൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമിലേക്ക് കയറി വരുന്ന സമയത്ത് നമ്മളിവിടെ ജോബ് ക്രിയേറ്റേഴ്സ് ആയി മാറുകയാണ്. ഓക്കെ, അവിടെയാണ് നമ്മുടെ മഹത്തായിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വരുന്നത്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് നമ്മൾ പഠിക്കണം. കാരണം ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ, അതായത് ഒരു ഒരു ഇവിടെ കിട്ടുന്ന ഒരു പ്രൊജക്ടിന്റെ ബെനിഫിറ്റ് അതെങ്ങനെയാണോ അത് നമ്മൾക്ക് സ്വന്തമാണ്. ഒരു കമ്പനിയിലേക്കോ ഒരു പേഴ്സണോ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റുകൾ കണക്ട് ചെയ്യുന്ന സെക്യൂരിറ്റിയിലാണെന്ത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് വരുന്നത്. കാരണം എന്താണ് ആ സെക്യൂരിറ്റി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇപ്പോ ഇന്റർനെറ്റ് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണിത് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ. ഓരോ ദിവസവും എന്താണ് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി മാറുന്ന സാഹചര്യം തന്നെയാണത് കണ്ടുവരുന്നത്. എന്നാൽ ഇന്റർനെറ്റിന് ഏറ്റവും വലിയ ഡീമെറിറ്റുകൾ ഉണ്ട്. എന്താണ് ആ ഡീമെറിറ്റുകൾ? ഇന്റർനെറ്റ് ഒരു അരമണിക്കൂർ സ്റ്റെക്ക് ആയാൽ ഈ ലോകം തന്നെ നിശ്ചലമാവുമെന്ന് നമുക്കറിയാം അല്ലെ. പക്ഷെ അതില് അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യുമ്പോഴും അതില് ഒരുപാട് ഡീമെറിറ്റുകൾ കയറി വരുന്നുണ്ട്. ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. വാട്സപ്പ്, ഫേസ്ബുക്ക്. ഇപ്പോ തഫ്സീന മാഡം നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തു. തീർച്ചയായിട്ടും ഹാക്കിംഗ് എന്നുള്ള ഒരു സംഭവം ഇന്റർനെറ്റിൽ വളരെ സ്വാഭാവികമായിട്ട് ഒരു ഹാക്കർക്ക്, ഇപ്പൊ എന്റെ കയ്യില് അല്ലെങ്കിൽ എന്റെ ബാങ്കിൽ എടുക്കുന്ന ക്യാഷ് പോലും എന്താണ് ഒരു ഹാക്കർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോ പ്രധാനമന്ത്രിയുടെ വൈറ്റ് ഹൗസ് വരെ അല്ലെങ്കിൽ എല്ലാതും എന്താണ് ഹാക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹാക്കിംഗ് ഫെസിലിറ്റി ഇന്റർനെറ്റിന്റെ ഒരു ഡീമെറിറ്റ് ആണെങ്കിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന ആ ഒരു ടെക്നോളജിയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരു പ്രൊജക്ട്, ഒരു പ്രോഗ്രാം ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹാക്കർക്ക് കയറി പെട്ടെന്ന് അങ്ങ് ഹാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനോ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനോ എന്താണ് കഴിയാത്ത ഒരു സിസ്റ്റത്തിൽ തന്നെയാണ് നമ്മുടെ പ്രൊജക്റ്റ് ആയിട്ടുള്ള കോയിൻ ഫോർജ് എന്ന പ്രോഗ്രാം കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമ്മൾ സെക്യൂരിറ്റി മസ്റ്റ് ആണല്ലേ. നമ്മുടെ ഒരു ക്യാഷ് പോയിട്ടോ നമ്മൾ കണക്ട് ചെയ്യുന്നവരുടെ ക്യാഷ് പോയിട്ടോ നമുക്കൊരു ബിസിനസ് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ സെക്യൂരിറ്റി മസ്റ്റ് ആണ്. ഒരു വ്യക്തിനെ ബിലീവ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനീനെ ബിലീവ് ചെയ്തിട്ടോ ഒരു ട്രസ്റ്റിനെ ബിലീവ് ചെയ്തിട്ടോ ഒന്നുമല്ല നമ്മളിവിടെ കയറി നിൽക്കുന്നത്. ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ ഏറ്റവും പീക്ക് ആയിട്ടുള്ള ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ സെക്യൂരിറ്റിയിലാണ് നമ്മുടെ പ്രൊജക്ട് റൺ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി ഈ പ്രൊജക്ടിനെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. ഓക്കെ, അതായത് ഇവിടെ 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 നമ്മൾ ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് സെക്യൂരിറ്റി മസ്റ്റ് തന്നെയാണ്. ഇവിടെ ഈ പ്രൊജക്റ്റില് ആ ഒരു സെക്യൂരിറ്റി പോളിഗൺ ബ്ലോക്ക് ചെയിൻ ആണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ആണ്, പക്ഷേ എത്തേറിയത്തിന്റെ സെക്കൻഡ് ലെയറുമായിട്ട് എന്താണ് കമ്മിറ്റഡ് ആണത് പോളിഗൺ ബ്ലോക്ക് ചെയിൻ. അതുകൊണ്ട് തന്നെ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബ്ലോക്ക് ചെയിനിലാണ് നമ്മുടെ
ഈ ഒരു പ്രൊജക്ട് റൺ ചെയ്യുന്നത്. മാത്രമല്ല ഏറ്റവും ലോവസ്റ്റ് ഗ്യാസ് ഫീ ആയിട്ടുള്ള POL ആണെന്ത് ഇവിടെ ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് വരുന്നത്. ഒപ്പം എന്താണ് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന USDT എന്ന് പറയുന്ന എലമെന്റ്, അതായത് നമുക്ക് വേൾഡിൽ എവിടെയും എന്താണ് ഈ USDT-നെ അതായത് എമൗണ്ട് ആക്കി മാറ്റാം. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യാം, അമേരിക്കയിൽ പോയ ഡോളർ ആക്കാം, അതല്ല UAE പോയിട്ടുണ്ടെങ്കിൽ ദർഹമാക്കാം എന്ന് വേണ്ട. ഗ്ലോബലി എവിടെ പോയാലും നമ്മുടെ ഈ ഇൻകത്തിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഏത് എമൗണ്ടിലേക്കും കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് എന്ത് രണ്ടാമത്തെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഒന്നാമത്തത് സെക്യൂരിറ്റി, പിന്നെ ആക്സസിബിലിറ്റിയുടെ കാര്യമാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ആക്സസിബിലിറ്റി കിട്ടുന്ന ഒരു ട്രാൻസാക്ഷൻ എലമെന്റ് തന്നെയാണ് ഇത് ഇവിടെ വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുക എന്നുള്ളതാണ്. ഈ ഒരു പ്രൊജക്ട് എന്ന് പറയുമ്പോൾ അഫിലിയേറ്റ് ലിങ്ക് മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ ഒരു ബേസ് വരുന്നത്. എങ്ങനെയാണ് അഫിലിയേറ്റ് ലിങ്ക് മാർക്കറ്റിംഗ് അല്ലെ? നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന വ്യക്തി ഈ പ്രൊജക്ട് പർച്ചേസ്ഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു അഫിലിയേറ്റ് ലിങ്ക് ഉണ്ടായിരിക്കും. അവരും ഒരു അഫിലിയേറ്റ് ലിങ്ക് വഴി തന്നെയാണ് എന്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു അഫിലിയേറ്റ് ലിങ്ക് ആണെന്ത് നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ടൂള്. അത് വേൾഡിലെ എവിടെ വേണമെങ്കിലും എന്താണ്, വേൾഡിൽ ആർക്ക് വേണമെങ്കിലും എന്താണ് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ്. എന്താണോ ഈ പ്രൊജക്റ്റിൽ വരുന്ന ബെനിഫിറ്റുകൾ എങ്കിൽ അതെല്ലാം നമുക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മുടെ അഫിലിയേറ്റ് ലിങ്ക് ആയിരിക്കണം എന്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പോ ഇവിടെ പറഞ്ഞു സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ കയറി നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ സെക്യൂരിറ്റിയും ഇവിടെ പറഞ്ഞു. ഇവിടെ ഇനി വരാൻ പോകുന്ന നമുക്ക് കേൾക്കാൻ പോകുന്ന ഫസ്റ്റ് ടൈം കേൾക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ട്രാൻസാക്ഷൻ എലമെന്റ് USDT ആണെന്ന് പറഞ്ഞു. അതൊരു ഡിജിറ്റൽ എലമെന്റ് ആണ്, ക്രിപ്റ്റോ എലമെന്റ് ആണ്. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ എന്താണ് ഇന്നത്തെ ഫ്യൂച്ചർ ആയിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. അതായത് നമുക്ക് അസറ്റ് രണ്ട് തരത്തിലുണ്ട് അല്ലെ? ഫിസിക്കൽ അസറ്റും ഉണ്ട്, ഡിജിറ്റൽ അസറ്റും ഉണ്ട്. ഫിസിക്കൽ അസറ്റ് നമുക്കറിയാം ലാൻഡ് ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും എന്ന് വേണ്ട നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന ഫിസിക്കലായിട്ട് മേടിക്കുന്ന എല്ലാം നമ്മുടെ അസറ്റ് ആണെങ്കിൽ, ഫിസിക്കൽ അസറ്റ് ഡിജിറ്റൽ അസറ്റ് ലോഞ്ച് ചെയ്തത് 2008-2009 കാലത്താണ്. ഏറ്റവും ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ഡിജിറ്റൽ എലമെന്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് 2008-2009 കാലഘട്ടത്തില് ഞാനൊക്കെ ടീച്ചിങ് വെറും 5000 രൂപയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്ന ടീച്ചിങ് ആണ്. അതിൽ നിന്ന് ഒരു 100 രൂപ ഒരു ചായ കുടിക്കേണ്ട ക്യാഷ് ഞാനൊന്ന് മാറ്റി വെച്ച് ബിറ്റ്കോയിൻ എൻ്റെ ഫോണിൽ ഞാനൊന്ന് ആക്ടിവേഷൻ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളോട് സംസാരിക്കപ്പോൾ ഞാൻ ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ. കാരണം ഞാൻ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളാവില്ല. കാരണം 100 രൂപയ്ക്ക് അന്ന് ബിറ്റ്കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഇന്ന് 3500 കോടിയുടെ 350 കോടിയുടെ അസറ്റ് എന്താണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. കാരണം അന്ന് 0 വാല്യൂലുണ്ടായിരുന്ന ബിറ്റ്കോയിൻ ഇന്ന് റേറ്റ് 75-80 ലക്ഷത്തിലെത്തി. അതിന്റെ തൊട്ട് ഒരു മാസം മുന്നേ 1,15,00,000 വരെ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പോ എന്താണ് ഡിജിറ്റൽ അസറ്റ് ഇത്ര അധികം ഹൈക്കായിട്ട് മാറുന്നത് എന്താണെന്നുള്ളതാണ്. വേൾഡില് വൺ വേൾഡ് അല്ലെ, ഒരേ ഒരു എലമെന്റ് കൊണ്ട് അതിന് എല്ലാ രാജ്യത്തേക്കും ഒരേ ഒരു എന്താ പറയാ വാല്യൂ ആണ് അവിടെ വരുന്നത്. മാത്രമല്ല ഇവിടെ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഇനി അങ്ങോട്ട് യൂസ് ചെയ്യാൻ പോകുന്നതും ക്രിപ്റ്റോ എലമെന്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചെങ്കില് നമ്മൾ Web 3 ടെക്നോളജിയിലാണ് എത്തി നിൽക്കുന്നത്. Web 1 നമ്മൾ കണ്ടതാണ്. Web 2 ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് നമ്മൾ സിസ്റ്റത്തിലായി മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് Web 3 സമയത്ത് തീർച്ചയായിട്ടും അതിലെ ട്രാൻസാക്ഷൻ എലമെന്റ് ക്രിപ്റ്റോ അല്ലാതെ വേറൊരു ട്രാൻസാക്ഷൻ എലമെന്റും നടക്കില്ല. അതുകൊണ്ട് തന്നെയാണ് USDT എലമെന്റ് ആക്കിയിട്ട് നമ്മുടെ ഈ പ്രൊജക്ട് റൺ ചെയ്തത്. മാത്രമല്ല നമ്മുടെ ഇന്ത്യൻ മണി ഏറ്റവും കൂടുതൽ വലിയൊരു നോട്ടായിട്ട് 500-ന്റെ നോട്ടാണ് ഇപ്പൊ ഉള്ളത് അല്ലെ? അതും എന്തായി മാറും? ഇനി ഡിജിറ്റലായി മാറും. ബാങ്കിങ് സിസ്റ്റം ഒക്കെ എന്താണ് ക്രോഡീകരിച്ചുകൊണ്ട് ഒക്കെ വാലറ്റ് വഴിയുള്ള സംവിധാനത്തിലേക്ക് മാറിക്കഴിയും. അപ്പോ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇപ്പോ നമുക്ക് ഈ പ്രൊജക്റ്റിലൂടെ എന്താണ് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഒരുപാട് ആൾക്കാർ നമ്മൾ പല വയസ്സുള്ള ആൾക്കാരുണ്ട്, പല എന്താ പറയാ തരത്തിൽ ജോലി ചെയ്ത് ഒരുപാട് വർഷം കഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, പലതരത്തിലും നമ്മൾ എന്താ പറയാ ഒരുപാട് ആവശ്യങ്ങൾ പലതരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രൊജക്റ്റിലൂടെ എങ്ങനെയാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
ഇവിടെ ഈ ഒരു പ്രൊജക്ട് കോയിൻഫോർജ് എന്ന പ്രൊജക്ട് എംപവറിന്റെ കൂടെ അല്ലെങ്കിൽ എംപവർ ഏറ്റെടുത്തിട്ട് 9.5 മാസം അല്ലെങ്കിൽ 9 മാസം 20 ദിവസം കഴിഞ്ഞു. ഓക്കെ, അതായത് കോയിൻഫോർജ് എന്ന പ്രൊജക്ട് ലോഞ്ച് ചെയ്തിട്ട് എന്താണ് മാർച്ച് 13-ാം തീയതിയാണ് ഈ കഴിഞ്ഞ മാർച്ച് 13-ാം തീയതിയാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയം മുതൽ ഇന്ന് വരെ എന്താണ് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ കോയിൻഫോർജ് എന്ന പ്രൊജക്ട്. ഇത് എന്തൊക്കെയാണ് നമുക്ക് ഏറ്റെടുത്തിട്ടെങ്കിൽ ബെനിഫിറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കാരണം കോയിൻഫോർജ് എന്ന പ്രൊജക്റ്റിൽ ഒരുപാട് പ്രോഗ്രാമുകൾ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്ന പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. ആദ്യത്തെ പ്രോഗ്രാം ആയിട്ട് വന്നത് ഫോർജ് റിവോൾവ് ആണ്. ഫോർജ് റിവോൾവ് എന്ന പ്രോഗ്രാം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് ഭാഗമാവുക എന്നുള്ളത് കൂടി ഞാൻ പറയാണ്. നമുക്ക് നല്ലൊരു ഫോൺ വേണം. കാരണം നല്ല അപ്ഡേഷനോട് കൂടിയിട്ടുള്ള ഒരു ഫോൺ ആവശ്യമുണ്ട്. അതിൽ നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആപ്പ് വഴിയാണ് നമ്മുടെ പ്രൊജക്റ്റ് നമ്മൾ സ്മാർട്ട് കോൺട്രാക്ട് ചെയ്ത് സ്വന്തമാക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മുടെ ഫോണിൽ ആരാണോ നിങ്ങൾക്ക് ഈ അഫിലിയേറ്റ് ലിങ്ക് അയച്ചു തന്നത് അവരുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി എന്താണ് നമ്മുടെ ഫോണിൽ ടോക്കൺ പോക്കറ്റോ അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റോ അല്ലെങ്കിൽ മെറ്റാമാസ്കോ എന്ന് അതിൽ ഏതെങ്കിലും ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ എത്ര എമൗണ്ടിനാണോ പർച്ചേസ് ചെയ്യേണ്ടത് അതിലേക്കുള്ള USDT ഇൻസേർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഫോർജ് റൈസിൽ വരുന്ന കോൺട്രാക്റ്റുകളുടെ എണ്ണം 6 ആണെങ്കിൽ അത് മൊത്തം ബൈ ചെയ്യേണ്ടുന്ന തുക എന്ന് പറയുമ്പോൾ 1050 USDT ആണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 94 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 98,700 രൂപ ഇന്ത്യൻ മണി ഉണ്ടായിരിക്കും. ആ ഒരു പ്ലാറ്റ്ഫോം ഒരു പ്രാവശ്യം നമ്മൾ ആ ഒരു 6 കോൺട്രാക്ട് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 3:24 ഈ സെക്കൻഡ് മുതൽ എന്താണ് നമുക്ക് അവിടെ വരുമാനം സ്റ്റാർട്ട് ചെയ്യാണ്. അവിടെ വരുമാനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം ആ അത്ര എമൗണ്ടിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള അത്രയും USDTക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ ടോക്കൺസ് ആയിട്ടുള്ള CF എന്ന് പറയുന്ന ഒരു ടോക്കൺസ് എന്താണ് നമുക്ക് അവിടെ കയറുകയാണ്. 1050 ക്രിപ്റ്റോ ടോക്കൺസ്. നേരത്തെ പറഞ്ഞ ബിറ്റ്കോയിൻ നഷ്ടമായവർക്കും അല്ലെങ്കിൽ സൊലാന, എതേറിയം പോലുള്ള കോയിൻസ് ഒക്കെ നഷ്ടമായവർക്കും ഇപ്പൊ കിട്ടുന്ന ഈ ഫ്രീ ആയിട്ട് കിട്ടുന്ന ടോക്കൺസിന്റെ വാല്യൂ എവിടം വരെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് നമുക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് എന്താണ് വലിയ വാല്യൂയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് അത് സെല് ചെയ്യാം. മാത്രമല്ല ഇപ്പോഴാണ് നമുക്ക് ക്യാഷിന്റെ ആവശ്യങ്ങൾ അല്ലെ, കുറച്ച് കഴിഞ്ഞിട്ട് അല്ല, ഇപ്പൊ അത്യാവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലൂടെ നമുക്ക് വരുമാനം കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പ്രൊജക്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരൊറ്റ ഷെയറിലൂടെ നമുക്ക് 98,700 ആണ് നമ്മൾ ചെലവാക്കുന്നതെങ്കിൽ ഒരൊറ്റ ബിസിനസ് പ്രൊമോഷനിലൂടെ നമുക്ക് കിട്ടുന്നത് 44,000 രൂപ പ്രോഫിറ്റ് ആണ്. അതോടൊപ്പം 1050 ടോക്കൺസ് അവിടെ കിട്ടിയതിലേക്ക് 25% എക്സ്ട്രാ ആയിട്ട് 262.5 ടോക്കൺസും അഡീഷണൽ ആയിട്ട് എന്താണ് നമുക്ക് അവിടെ കയറുന്നുണ്ട്. മാത്രമല്ല ഞാൻ പറഞ്ഞു നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ സെക്കൻഡിൽ തന്നെ നമുക്ക് അവിടെ വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആ 3ാമത്തെ കോൺട്രാക്റ്റിന്റെയും 6ാമത്തെ കോൺട്രാക്റ്റിന്റെയും 40% 180 USDT വേൾഡില് ആര് കോയിൻഫോർജ് എന്ന പ്രൊജക്ട് ഏറ്റെടുത്താലും നമുക്ക് എന്താണ് ആ ഒരു ഷെയർ നമുക്ക് ഈക്വൽ ആയിട്ട് എന്താണ് കിട്ടുകയാണ്. അതിന് ഗ്ലോബൽ ഷെയർ എന്ന് പറയും. ഓക്കെ, അതോടൊപ്പം ഈ ഒരു ഇതിന്റെ മെട്രിക്സ് പോകുന്നത് ഈ കോയിൻഫോർജിന്റെ ഫോർജ് റൈസിന്റെ മെട്രിക്സ് പോകുന്നത് 5 Gen മെട്രിക്സിലൂടെയാണ്. നമ്മൾ ഒരു 5 പാർട്ട്നേഴ്സിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ 5 വ്യക്തികളും ചെയ്യേണ്ടുന്ന ജോലി എന്താണ്, ഈ ഒരു 5 പാർട്ട്നേഴ്സിലേക്ക് ഇത് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ആ 5 Gen മെട്രിക്സ് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ആ ഏകദേശം 3,905 പേരുടെ ആ ഒരു ട്രീ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് 3,905 പേരുടെ 8%, അതായത് 1050 USDTന്റെ 8% ഏകദേശം 1,70,00,000 ലെവൽ ഇൻകം മാത്രം കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് ഫോർജ് റൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഫോർജ് റൈസ് നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടുന്ന തുക എന്ന് പറയുമ്പോൾ 98,700 ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റുകൾ നമ്മുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും എന്താണ് നമുക്ക് അവിടെ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കാരണം അഫിലിയേറ്റ് ലിങ്കിൽ നമുക്ക് പ്രൊജക്ട് ഷെയർ ചെയ്യാൻ ഒരു ലിമിറ്റേഷനും ഇല്ല. അൺലിമിറ്റഡ് ആയിട്ട് ഇൻകം സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഫോർജ് റൈസ് എന്ന് പറയുമ്പോൾ.
ഓക്കെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഒക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 20%, 5% ഒക്കെ പ്രോഫിറ്റ് എടുക്കുന്ന ബിസിനസ്സുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇവിടെ ഏതൊരു പ്രോഗ്രാം ആണോ അല്ലെങ്കിൽ എത്രമാത്രം കോൺട്രാക്റ്റ് ആണോ നമ്മൾ എടുക്കുന്നത്, അതിന്റെ 48% വിത്തിൻ മൈക്രോ സെക്കൻഡിൽ നമുക്ക് ഇൻകം ആയിട്ട് തരുന്ന ഒരു പ്രൊജക്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അല്ലെ? അതിന്റെ ആ ഒരു ബ്യൂട്ടി 9 മാസത്തോളം എൻജോയ് ചെയ്ത സമയത്താണ് അതിന്റെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് വേറൊരു പ്രൊജക്റ്റും കൂടി അതിന്റെ കൂടെ അറ്റാച്ച് ആയിട്ട് വന്നത്, ഫോർജ് റിവോൾവ്. ഏതൊരു സാധാരണക്കാരന്റെ ലൈഫിലേക്കും മിറാക്കിൾ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റാണ് ഫോർജ് റിവോൾവ്. കാരണം ഫോർജ് റിവോൾവ് ഇന്ന് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവന്റെ പോക്കറ്റിൽ എന്താണോ അവന്റെ പോക്കറ്റിലുള്ള അത് വെച്ച് തുടങ്ങാൻ പറ്റുന്ന ആ ഒരു ഇതിലാണെന്ത് ഈ ഒരു പ്രൊജക്ട് ഓപ്പൺ ആവുന്നത്. അതായത് വെറും 15 USDT സ്റ്റാർട്ട് ചെയ്യാം. 15 USDT എന്ന് പറയുമ്പോൾ 1410 രൂപയാണ് വരുന്നത്. നമ്മൾ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു നേരത്തെ ഡിന്നർ കഴിക്കേണ്ട ഒരു പൈസ, അല്ലെങ്കിൽ ഒരു ക്ലോത്തിന്റെ മെറ്റീരിയൽ വാങ്ങിക്കേണ്ട ഒരു ക്യാഷ്, അല്ലെ? ആ ഒരു ക്യാഷ് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണോ ആഗ്രഹിക്കേണ്ടത് അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികൾ നിങ്ങളെ കൈപിടിച്ചു കൊണ്ടുവന്ന ഈ ഒരു ഏരിയ, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് നേടിയെടുക്കാൻ പോകുന്നത്. കാരണം വെറും 15 USDT എന്ന് പറയുമ്പോൾ അതിന്റെ പിഒയില് ഒരു 10 5 പിഒയില് കൂടിയിട്ട് 1500 രൂപയ്ക്ക് എന്താണ് ഈ പ്രൊജക്ട് നമ്മൾ ബൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കിട്ടുന്ന അഫിലിയേറ്റ് ലിങ്കിലൂടെ എത്രമാത്രം നമുക്കിത് പ്രൊജക്ട് ഷെയർ ചെയ്യാം, അത്രമാത്രം നമുക്ക് എന്താണ് ഈ പ്രൊജക്ട് ഷെയർ ചെയ്തുകൊണ്ട് ഇൻകം എടുക്കാം. ഇതിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് കോയിൻ, എന്താണ് എംപവർ, എന്താണ് കോയിൻ ഫോർജ്, എന്താണ് ഫോർജ് റൈസ്, എന്താണ് ഫോർജ് റിവോൾവ്, ഇത് ഒന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരൊറ്റ പഠനം മതി. ഒരൊറ്റ പഠനം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ആർക്കാണെങ്കിലും നമുക്ക് എന്താണ് കോൺഫിഡൻസ് ആയിട്ട് ഈ പ്രൊജക്ടിനെ ഷെയർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് എന്റെ അഫിലിയേറ്റ് ലിങ്ക് വേറൊരാൾക്ക് സ്മാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത് എന്നുകൂടി പഠിച്ചു കഴിഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും എവിടെ ഇരുന്നിട്ടും എന്താണ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിവൈസ് മതി, ഒരു നല്ല ഫോൺ മതി നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അത്രമാത്രം ഇൻകം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഫോർജ് റിവോൾവിന്റെ മിറാക്കിളിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഈ ഫോർജ് റിവോൾവ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന തുക 2,90,000 രൂപയാണ്. അതായത് 3,090 USDT ആണ് വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം 8 സ്മാർട്ട് കോൺട്രാക്ട് ബൈ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമാവുന്ന സമയത്ത് 1545 ക്രിപ്റ്റോ ടോക്കൺസ്, ക്രിപ്റ്റോ അസറ്റ് എന്താണ് നമ്മുടെ ഇന്നർ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നു. ഓക്കെ, അതോടൊപ്പം നമ്മൾ ഒരേ ഒരു റെഫറൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1,40,000 രൂപ അതിന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുകയും അതിന്റെ 75% 2,700 സംതിങ് ടോക്കൺസ് അഡീഷണൽ ആയിട്ട് എന്താണ് നമുക്ക് അവിടെ വരികയാണ്. അതായത് 75% എക്സ്ട്രാ ടോക്കൺസ് എന്താണ് നമുക്ക് അവിടെ വരികയാണ്. ഈ ടോക്കൺസ് മാക്സിമം കളക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിലെ ഏറ്റവും വലിയ അസറ്റിന്റെ ഉടമയായിട്ട് എന്താണ് നിങ്ങൾ മാറിക്കഴിയും. കാരണം നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങളുടെ സ്പേസിലോ ഏറ്റവും വലിയ ഒരു എന്താ പറയാ പണക്കാരുടെ പട്ടിക എടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ അസറ്റ് ഹോൾഡർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും. കാരണം ഇവിടെ ഈ ഒരു പ്രൊജക്റ്റിന് 100 CR ടോക്കൺസ് ആണെങ്കിൽ 15 CR ഫോർജ് റൈസിലും 15 CR എന്താണ് ഫോർജ് റിവോൾവിലുമായിട്ട് എന്താണ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യേണ്ടുന്ന ആ ഒരു സംഖ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് മാർക്കറ്റിൽ പോയിട്ട് എന്താണ് ഈ ഫ്രീ കിട്ടുന്ന സാധനം അവിടെ പറയുന്ന വിലയ്ക്ക് അവിടെ വരുന്ന വിലയ്ക്ക് നമ്മൾ ബൈ ചെയ്യേണ്ടുന്ന ഒരു ഡിജിറ്റൽ അസറ്റായി മാറാൻ പോകുന്ന സാധനമാണ് നമുക്കിപ്പോ ഈ പ്രൊജക്ട് ആക്ടിവേഷൻ ചെയ്യുന്നതിലൂടെയും പ്രൊജക്ട് ഷെയർ ചെയ്യുന്നതിലൂടെയും ഫ്രീ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ ഇന്ന് നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുടെ ആവശ്യമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഈ കോൺട്രാക്റ്റുകൾ മൊത്തം ബൈ ചെയ്തുകൊണ്ട് ഇതിന്റെ ആ ഒരു സെക്യൂരിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വെറും ഒരു 5 പാർട്ട്നേഴ്സിലേക്ക് ഈ പ്രൊജക്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്താണ് 10 ലക്ഷം എന്താണ് വരികയാണ്.
ഇതിലൂടെ നിങ്ങൾക്ക് നിലയ്ക്കാത്ത വരുമാനം, മാസ സാലറി പോലെ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ഉറങ്ങിക്കെടുക്കുമ്പോൾ പോലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു മാസ വരുമാനം പോലെ ഒരു സംഖ്യ കിട്ടണമെങ്കിൽ ഇതിന്റെ ആദ്യം പറഞ്ഞ ഫോർജ് റൈസും പിന്നെ പറഞ്ഞ ഫോർജ് റിവോൾവും 14 കോൺട്രാക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കാൻ വരുന്നത് വെറും 3,90,000 രൂപയാണ് വരുന്നത്. അത് നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു റിന്യൂവൽ പ്രോസസ്സിംഗ് ഇല്ല. കാരണം നമുക്കറിയാം, നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ അവിടെ പഞ്ചസാരയാണ് കഴിഞ്ഞെങ്കിൽ പഞ്ചസാര അവിടെ കുറഞ്ഞ് നിറച്ചല്ലാണ്ട് കച്ചവടം നടക്കൂല അല്ലെ. പക്ഷെ ഇവിടെ ഒറ്റ തവണ നിങ്ങൾ മുടക്കിയിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം ഇന്റർനെറ്റ് അവസാനിക്കുന്ന വരെ ആര് നിർത്തിയാലും നിങ്ങൾ സ്വന്തം ഏറ്റെടുത്തത് നിങ്ങൾക്ക് ചെയ്യാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കിട്ടുന്ന 80%, 50%, 40%, 48% പ്രോഫിറ്റ് എന്താണ് ഓരോ മെട്രിക്സിലൂടെ എന്താണ് നമുക്ക് കിട്ടുകയാണ്. റിവോൾവിംഗ് മെട്രിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിവോൾവറിൽ 6 ബുള്ളറ്റ് ഇട്ട റിവോൾവറിൽ ആ ബുള്ളറ്റ് കഴിഞ്ഞ് വീണ്ടും റീലോഡ് ചെയ്ത് റീചാർജ് ആവുന്ന ആ ഒരു മെട്രിക്സ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഇത് നമ്മൾ കയറി നിൽക്കുന്നത്. ഇന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു, തഫ്സീന മാഡം ആയിക്കോട്ടെ, റസ്ലത്ത് മാഡം ആയിക്കോട്ടെ, ഞാനായിക്കോട്ടെ, ഇതിൽ ആരൊക്കെയാണോ റോയൽറ്റി അച്ചീവർ എന്ന് എനിക്കറിയില്ല, അത് അച്ചീവ് ചെയ്ത ആ ഒരു മൂമെന്റിൽ പ്രൗഡായിട്ടാണ് എന്ത് നിങ്ങളോട് സംസാരിക്കുന്നത്. കാരണം ഒരു മാസം ആയിട്ടില്ല ഫോർജ് റിവോൾവ് എന്ന് പറഞ്ഞ പ്രോഗ്രാം വന്നിട്ട്, വെറും 25 ദിവസമായിട്ടുള്ളൂ. വെറും 26ാമത്തെ ദിവസത്തിന്റെ അകത്ത് എന്താണ് അതായത് റോയൽറ്റി അച്ചീവർ ആയിട്ട് ഡേ 1 സാലറി വാങ്ങിക്കുന്നവരായി ഞങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും മാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് എന്ത് നിങ്ങൾ കയറി നിൽക്കുന്നത്. നിങ്ങളോട് ഈ പ്രൊജക്ട് ഷെയർ ചെയ്ത വ്യക്തിക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സല്യൂട്ടും ഒരു ഷേക്കൻഡും ഒരു ഹഗും ചെയ്തുകൊണ്ട് എന്താണ് നിങ്ങൾ അവരെ കൈപ്പിടിച്ചിട്ട് ഈ പ്രൊജക്ടിന്റെ ഭാഗമാവുമ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്കുള്ള ഒരു ഉത്തരമായിട്ട് എന്താണ് ഈ പ്രൊജക്ട് മാറുകയാണ്. നിങ്ങൾ എത്ര പ്രശ്നങ്ങളിലോ എത്ര പ്രതിസന്ധിയിലോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എത്ര കടങ്ങൾ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഡ്രീംസ് ഉണ്ടായിക്കോട്ടെ, എല്ലാം അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു വർഷത്തിനകത്ത് നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറഞ്ഞ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ ഈ കോയിൻഫോർജ് എന്ന പ്രൊജക്ടിന്റെ വിഷനും മിഷന്റെയും ഭാഗമായിട്ട് മാറാൻ എന്താണ് നമ്മൾ ഓരോരുത്തർക്കും പറ്റുകയാണ്. ഇന്ന് ദൈവം സഹായിച്ച് നല്ല രീതിയിൽ നല്ല ആത്മവിശ്വാസത്തോട് ഹൃദയം നിറഞ്ഞ പ്രതീക്ഷയോട് കൂടിയിട്ട് ഓരോ ദിവസം ഉറക്കമുണർന്ന് എണീക്കുന്ന സമയത്ത് ഈ നിമിഷം മരിച്ചു പോവുകയാണെങ്കിലും മക്കള് സേഫ് ആണെന്നുള്ള സന്തോഷത്തോട് കൂടി പോവാൻ എന്താണ് സന്തോഷമുള്ളൂ. കാരണം പോയാലും അമ്മ ഇത്ര അധികം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളതെന്ന് അഭിമാനത്തോട് കൂടിയിട്ട് എന്താണ് പോയി പടച്ചവനോട് പറയും, ഞാൻ എല്ലാം സേഫ് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം പറയാനൊന്നും എൻ്റെ അടുത്തുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ എനിക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന് ആരോഗ്യത്തോടു കൂടി ഒരു ജീവൻ ശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ ആ ഓരോ ജീവശ്വാസവും ഞാൻ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻകം ആയിട്ട് മാറുമ്പോൾ എൻ്റെ തലമുറ സേഫ് ആണെന്നുള്ളൊരു കോൺഫിഡൻസിൽ ഈ പ്രൊജക്ട് ആരോട് പറയാനും ഏത് സമയത്തും ഏത് പാതിരാത്രിക്ക് പറയാനും ചങ്കൂറ്റവും കോൺഫിഡൻസും വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഇത് ഈ ഒരു പ്രൊജക്ട് നിലയ്ക്കില്ല. ജീവശ്വാസം പോലെ എന്താണ് ഈ പ്രൊജക്ട് നമ്മുടെ കൂടെ ഇന്റർനെറ്റ് അവസാനിക്കണവരെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ് ഇത് ഏറ്റെടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ വീട്ടില് എൻ്റെ മാത്രം ഒരു പ്രൊജക്ട് അല്ല. എംപവർ എന്നുള്ള ഫാമിലിയിൽ ആരൊക്കെ വരുന്നോ അതിനെ കൈ പിടിച്ചിട്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് എന്താണ് ആവശ്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്ട് വരുന്നത്. അല്ലാതെ ഈ ഇവിടെ കുറെ ലീഡർമാരുണ്ട്, അവർക്ക് നേടിയെടുക്കാനാണ്, അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർക്ക് നേടിയെടുക്കാനെന്നല്ല. ആർക്കാണോ ഈ പ്രൊജക്ടിന്റെ അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നത് ആ അഫിലിയേറ്റ് ലിങ്ക് വഴി നിങ്ങൾ ആർക്ക് ഷെയർ ചെയ്താലും എവിടെ ഏത് പാതിരാത്രിക്ക് ഷെയർ ചെയ്താലും വിത്തിൻ മൈക്രോ സെക്കൻഡിൽ ഓരോ ആക്ടിവിറ്റിയിലും നിങ്ങളുടെ വാലറ്റില്, നിങ്ങളുടെ സ്വന്തം വാലറ്റില് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻകം ആണ് ഇവിടെ വരുന്നത്. അതിൽ ഒരു തേർഡ് പാർട്ടിക്കും ഇൻവോൾവ്മെന്റ് ഇല്ല. അതിൽ ഒരു അപ്ലൈനോ ആർക്കും എന്താണ് ഒരു ഇൻവോൾവ്മെന്റും അതിലില്ല. കാരണം ഈ ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്ടിന്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഈ ഒരു പ്ലാന് കണക്ട് ചെയ്തിട്ടുള്ള ടെക്നോളജിയുടെ സെക്യൂരിറ്റിയിലാണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത്. അല്ലാതെ വേറൊരുത്തന്റെ ചിരി കണ്ടിട്ടോ വേറൊരുത്തന്റെ സംസാരം കേട്ടിട്ടോ വേറൊരുത്തന്റെ പറ്റിയ വർത്താനം കേട്ടിട്ടോ അല്ല നമ്മളിവിടെ കയറി നിൽക്കേണ്ടത്. നമ്മൾ ഈ സെക്യൂരിറ്റിയിലാണ് കയറി നിൽക്കുന്നത്. കാരണം ലൈഫ് ലോങ്
ഇന്ന് ജീവിതത്തിൽ എന്തൊക്കെ നേടിയെടുക്കാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ഭാഗമാവുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് ഇരിക്കാതെ, ഉറക്കം നടിച്ചിരിക്കാതെ ഉണർന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വാണ്ട് എന്താണോ നിങ്ങളെ വിളിച്ച ആളുകളോട് പറയാ, എനിക്ക് ഇത്ര ലക്ഷം വേണം 6 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് 20 ലക്ഷം വേണം, 6 മാസത്തിന്റെ ഉള്ളിൽ എനിക്ക് 50 ലക്ഷം വേണം, 6 മാസത്തിനുള്ളിൽ എനിക്ക് 1 കോടിയാണ് വേണ്ടത് എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഈ പ്രൊജക്ട് ഏറ്റെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഞാനിത് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത് എന്ന് വേണ്ട എല്ലാ സപ്പോർട്ടും തരാൻ എന്താണ് ഞങ്ങളെ പോലുള്ള എംപവർ ഒരുപാട് ക്യാപ്റ്റന്മാർ എന്താണ് നിങ്ങൾക്ക് റെഡിയാണ്. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ നിങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചോദിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉത്തരം തരാനെന്ന് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. കാരണം ഈ പ്രൊജക്ട് അത്രയധികം ബെനിഫിറ്റുകൾ, അത്രയധികം സന്തോഷം, അത്രയും കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും എന്താണ് ആയി മാറുന്നത്. ഇവിടെ 20% റോയൽറ്റിയാണ് നേടിയിട്ടെങ്കിൽ അത് 30%ലേക്കും 50%ലേക്കും എത്തിക്കാൻ ഓരോരുത്തരും കുതിച്ചു പായുന്നുണ്ടെങ്കിൽ കൂടെ വന്നവരെ സക്സസ് ആക്കിയിട്ട് എന്താണ് അത് നേടിയെടുക്കുന്നത്. കൂടെ വന്നവർക്ക് സക്സസ് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ആ ഒരു ഇംപ്ലിമെന്റ് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രൊജക്റ്റില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത ഒരു സ്കൂളില് ഒരു ജോലി മേടിക്കാൻ നിന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ ഞാൻ തയ്യാറായപ്പോ എനിക്ക് അവിടെ 30-40 ലക്ഷം കൊടുത്തിട്ട് 1 വർഷം കൊണ്ട് 3,20,000 സാലറി 1 വർഷം കൊണ്ട് കിട്ടുമായിരുന്നെങ്കിൽ ആ 30 ലക്ഷം തന്നെ ഞാൻ കടന്റ് കൊണ്ടെറിഞ്ഞ പോലെയാണ്. പിന്നെ അതിനൊരു രൂപ എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. അതവിടെ കൊടുക്കുന്ന എമൗണ്ട് ആണ്. ഞാനിവിടെ 3,90,000 ഒരു 9 മാസം മുന്നേ കൊടുത്ത് ഈ പ്രൊജക്ട് പർച്ചേസ് ചെയ്ത സമയത്ത് വളരെയധികം കോൺഫിഡൻസിൽ എപ്പോഴാണ് പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നത് ഉറക്കമടച്ച് കാത്തിരുന്നിട്ടാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നേക്ക് 22.5 ലക്ഷം എന്താണ് ഏൺ ചെയ്തിട്ടുണ്ട് ഈ ഒരു 9.5 മാസം കൊണ്ട്. 22,000 ടോക്കൺസ് എന്താണ് ക്രിപ്റ്റോ അസറ്റ് എന്താണ് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു 9.5 മാസം കൊണ്ട്. മന്ത്ലി സാലറി ഇന്ന് ജനുവരി 1-ാം തീയതി ടീച്ചറുടെ അക്കൗണ്ടില് ടീച്ചറുടെ വാലറ്റില് ആ ഒരു സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി 1, മാർച്ച് 1 എല്ലാ മാസവും 1-ാം തീയതി എന്താണ് ഉറക്കം ഉണരുന്ന സമയത്ത് എനിക്ക് കോൺഫിഡൻസ് തരുന്ന ആ റോയൽറ്റി ബെനിഫിറ്റിന് എലിജിബിൾ ആയിട്ട് നിൽക്കുകയാണെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ. ഇന്ന് ഈ ഒരു ഗ്രൂപ്പില് 97 മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഈ റോയൽറ്റി മേടിച്ചുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം നേടി തന്നുകൊണ്ട് വളരെയധികം സന്തോഷത്തോട് കൂടി ജീവിക്കാന് കോൺഫിഡൻസ് തന്നുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, അവൻ പറയുന്ന നെഗറ്റീവിന്റെ പിന്നാലെ പോകാനല്ല, ഇവിടെ പറയുന്ന പോസിറ്റീവിന്റെ പിന്നാലെ പോകാൻ ഞാനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരുത്തന്റെ തീരുമാനത്തിന് നമ്മൾ ചെവി കൊടുക്കരുത്, തല കൊടുക്കരുത്, മനസ്സ് കൊടുക്കരുത്. നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി വേറൊരുത്തന്റെ വാക്ക് കേട്ടിട്ട് പണയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫില് സക്സസ് അല്ല, അത് നേരെ ഓപ്പോസിറ്റ് ഉൾട്ടയായിട്ട് മാറുകയാണ് ചെയ്യാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? സക്സസ് ആണെന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഫുള്ള് പോസിറ്റീവാണ്. ഇത് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച് തന്ന ഒരു പ്രൊജക്റ്റ് ആണിത് കോയിൻ ഫോർജ്. നിങ്ങളെ ഓരോരോ പ്രാർത്ഥനയും നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? ഓരോരോ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. രാവിലെ സുബഹിക്ക് നീട്ടിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെ? ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു പ്രാർത്ഥന ചെയ്യാറുണ്ട് അല്ലെ? എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിയ വരിസ്കൻ തയ്യിബ വ അമലൻ മുത്തഖബല. ആ ഒരു പ്രൊജക്റ്റ് ആണിത്. നിങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള അറിവ് തരുന്ന, വിശ്വാസത്തോട് കൂടി അന്നം തരുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. 100% പറയാൻ കാരണമുണ്ട്. കാരണം ഇവിടെ ഓരോ വ്യക്തിയെയും സക്സസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഓരോ വ്യക്തിയും സക്സസ് ആവുന്നത്. ഓരോ വ്യക്തിയെയും സന്തോഷം നൽകിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റിലൂടെ സക്സസ് ആകുന്നത്. അല്ലെങ്കിൽ അവൻ അവിടെ കട്ടെ, അവന് വേണ്ട എന്ന് വെക്കാൻ എന്താണ് ഈ പ്രൊജക്റ്റിന് സാധ്യമല്ല. അവൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ നേടിയെടുക്കുന്നത് വരെ കൂടെ നിന്നുകൊണ്ട് അവനെ സക്സസ് ആക്കി എടുക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണിത്. ഇവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടായിക്കോട്ടെ, എന്ത് ഡൗട്ടും മൈന്യൂട്ടായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്ന് ചോദിക്കാൻ പറ്റുന്ന അവസരം എന്താണ് എംപവർ നിങ്ങൾക്ക് തരുന്നുണ്ട്.
ആ ഓപ്പൺ ആയിട്ട് ചോദിക്കുമ്പോ അവിടുന്ന് മുഖം തിരിഞ്ഞു പോവല്ല, ചങ്കൂറ്റത്തോടു കൂടി അതിന്റെ ഉത്തരം നൽകിക്കൊണ്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ നൽകിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാനൊരു ടീച്ചറായിട്ട് 10-30 ലക്ഷം കൊടുത്ത് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച ആളാണ് 3.5 വർഷം മുന്നേ. ആ ഒരു 3.5 വർഷം മുന്നേ ഞാന് ഡിജിറ്റൽ രംഗത്തേക്കുള്ള ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത സമയത്ത് ഏകദേശം ഈ 3.5 വർഷത്തിന്റെ അകത്ത് ഒരു 3.5 കോടി അസറ്റ് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റിലാണ് നിങ്ങൾ കയറി നിൽക്കുന്നത്. അഭിമാനത്തോടു കൂടി പറഞ്ഞൂടെ? ഏതൊരു വീട്ടമ്മ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര വലിയ ആളായിക്കോട്ടെ, ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല, പ്രായ വ്യത്യാസം ഒന്നുമില്ല. ആർക്കും കയറി നിന്നുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വലിയ മഹത്തായ ഓപ്പർച്യൂണിറ്റിയാണ് കോയിൻഫോർജ് എന്ന ഓപ്പർച്യൂണിറ്റി. എംപവറിന്റെ കൂടെ കൈപിടിച്ച് നിങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അറ്റം കണ്ടിട്ട്, ഇതിൽ വിജയിച്ച് ഇതിന്റെ അറ്റം കണ്ടിട്ടാണെന്ത് നിങ്ങൾ പോകാവോ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണില് കോയിൻഫോർജ് പ്രൊജക്ട് ആക്ടിവേഷൻ ചെയ്യുക. നിങ്ങളുടെ ഫോണില് ടോക്കൺ പോക്കറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിന്റെ സീക്രട്ട് പാസ്വേഡ് നിങ്ങൾ സേഫ് ആക്കി വെക്കുക. നിങ്ങളുടെ അഫ്ലൈറ്റ് ലിങ്ക് വഴി ഈ പ്രൊജക്ടിന്റെ കോൺട്രാക്റ്റുകൾ നിങ്ങൾ ബൈ ചെയ്യുക. ഇത് ബൈ ചെയ്തുകൊണ്ട് മാക്സിമം നമ്പറിലേക്ക് എത്തിക്കാനുള്ള പ്ലാൻ നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ. ഇതിന്റെ അൾട്ടിമേറ്റ് എയിം ആയിട്ടുള്ള ട്രൈബ്ലൈസർ എന്നുള്ള ഒരു NFT പൊസിഷൻ എന്താണ് നിങ്ങൾ എയിം ചെയ്യുക. ട്രൈബ്ലൈസർ എന്ന 50% റോയൽറ്റി അച്ചീവർ ആയിട്ട് നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് നമ്മളെ കൂടെയുള്ള ഒരു സക്സസ് ആയിട്ടുണ്ടാവുള്ളൂ. നമ്മള് ഇപ്പൊ നേടിയ 20% അല്ല അതിന്റെ വരുമാനം, 30% ാണ് നമ്മളെ കൂടെ വന്നവര് സക്സസ് ആയിട്ടുണ്ടാവുക. കഴിഞ്ഞ് 50%ലേക്ക് എത്തുമ്പോഴാണ് നമ്മള് യഥാർത്ഥത്തിൽ സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായി മാറുക. ട്രൈബ്ലൈസർ എന്ന 50% NFT നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇന്ന് എൻട്രി ആവാത്തവര് ഇന്ന് എൻട്രി ആവാം. നിങ്ങളുടെ ഡൗട്ടുകൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്തുകൊണ്ട് കോൺഫിഡൻസ് ആയിട്ട് 100% എന്താണ് നിങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുക. 100% ഏറ്റെടുത്ത് 100% സക്സസ് നിങ്ങൾ ഒരു വർഷം കൊണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു വർഷം കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാന്നല്ല, നിങ്ങൾ അതെല്ലാം ക്ലിയർ ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള പൊസിഷൻ എന്താണ് നിങ്ങൾ എൻജോയ് ചെയ്യുക. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സന്തോഷത്തോടു ഷെയർ ചെയ്തു എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി എന്റെ വാക്കിൽ നിന്ന് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചാൽ അതാണ് എനിക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടെന്നാണ് നിങ്ങളുടെ എല്ലാവരും സമ്മതത്തോടു കൂടി ഞാൻ എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ 3 പേർക്ക് ഒരു അവസരം തരാം. ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു ബിസിനസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും ഓപ്പൺ ആയിട്ട് ചോദിക്കാട്ടോ. ഇവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഇതിൽ ആർക്കെങ്കിലും ഈ പ്രൊജക്ടിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓപ്പൺ ആയിട്ട് ചോദിക്കുക. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം എന്താണ് ഇവിടെ കിട്ടുന്നുണ്ടായിരിക്കും. ഹായ് എവരിവൺ, എൻ്റെ പേര് ഹബീബാണ്, മണ്ണാർക്കാടാണ്. ഞാൻ ഒരു വർക്ക് ചെയ്യാണ്. അപ്പോൾ ഓൾറെഡി ഇതിനെ കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നുകൂടി നമ്മളൊരു ഫ്രണ്ടാണിത്, നമുക്ക് ഇതിന്റെ ഒരു ബ്രദറാണ്. ഓക്കെ, എന്തായാലും ഹബീബ് അലി, നിങ്ങൾ ഈ കേട്ട പ്ലാറ്റ്ഫോം നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിലും നിങ്ങളുടെ ജോബിന്റെ പാർട്ടായിട്ട് എന്താണ് ഇത് കൊണ്ടുപോകാൻ പറ്റും. ഇത് നിങ്ങൾ കേട്ട് ഒന്നും കൂടി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ഒരു പുതിയ പ്രൊജക്ട് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ ക്യാച്ച് ആയിക്കൊള്ളുന്നില്ല. കാരണം പുതിയ വേർഡ്സുകൾ കയറി വരുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ സ്മാർട്ട് കോൺട്രാക്ട് എന്നൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്ന സമയത്ത് ഒരു പുതിയ വേർഡ്സ് തന്നെയാണ്, നമുക്ക് അറിയില്ല അതെന്താണെന്ന്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഈ പ്രൊജക്ടിന്റെ ബ്യൂട്ടി, ഇത്രയും കാലം എന്തുകൊണ്ട് എനിക്കിത് വന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ഡിസ്കഷൻ എന്താണ് നിങ്ങൾ ചെയ്ത് ഇന്ന് രാത്രിയുടെ ഉള്ളില് നിങ്ങൾ ഈ സ്മാർട്ട് കോൺട്രാക്ട് ഒരു കോൺട്രാക്ട് എങ്കിലും നിങ്ങൾ ബൈ ചെയ്തെന്ന് ഞാൻ തഫ്സീർ മാമിനോട് ചോദിക്കും. നിങ്ങൾ അത് ആക്ടിവേഷൻ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇവിടെ കയറി നിൽക്കുന്ന ഒരാളുടെയും 1 രൂപ പോലും നഷ്ടപ്പെടില്ല എന്ന് 100% ഗ്യാരണ്ടി തരാം. 1 രൂപ പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്ട് അല്ല എന്ന് 100% ഗ്യാരണ്ടി തരാം.
ഓക്കെ ഞാൻ ഇന്ന് തന്നെ ഒന്ന് ജോയിൻ ചെയ്യാം. മാത്രമല്ല ഇവിടെ നമ്മുടെ ഒരു സെക്യൂരിറ്റി എന്താണ് സാറേ, അത് മാത്രം നിങ്ങൾക്ക് ഒന്ന് ഇതാക്കി തരാം. കാരണം നമ്മൾ ഒരാളുടെയും ഒരു രൂപ പോലും നമ്മുടെ കയ്യിൽ നമ്മുടെ ചെലവിലേക്കോ നമ്മുടെ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കോ ഒരാളുടെ ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരാളുടെ ലൈബിലിറ്റി നമുക്ക് ആവുന്നില്ല. നമ്മളിപ്പോ ഒരു ഫോൺ മേടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തമാണ്. നമ്മളൊരു സ്ഥലം അതെ മേടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്വന്തമാണ്. അതിന്റെ പവർ ഓഫ് അറ്റോർണി ആരുടെ കയ്യിലാ? നമ്മുടെ കയ്യിലാ. നമ്മുടെ ഫോണിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊജക്ടിന്റെ സീക്രട്ട് പാസ്വേഡ് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. അതില് ആ ഒരു സീക്രട്ട് പാസ്വേഡ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മാത്രമാണ് എന്ത് നമ്മൾ ഈ പ്രൊജക്റ്റില് നമ്മൾ ആരെയാണോ കണക്ട് ചെയ്യുന്നത് അവരുടെ അസറ്റ് സേഫ് ആക്കണമെങ്കിൽ ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം. കാരണം നമ്മൾ ബാങ്കിലാണ് നമ്മുടെ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റുകളിലാണ് എന്ത് നമ്മുടെ ഡിജിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നത്. അതിന് വ്യക്തമായിട്ടുള്ള സെക്യൂരിറ്റി പാസ്വേഡ് ഉണ്ടായിരിക്കും. ആ സെക്യൂരിറ്റി പാസ്വേഡ് എന്തായാലും പുതിയ ആൾക്കാരോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളതാണ്. നിങ്ങളുടെ അപ്ലിനായിട്ട് നിങ്ങൾ ആരാണ് കണക്ട് ചെയ്ത് അവരുമായിട്ട് ഒന്ന് ജസ്റ്റ് കോൾ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഇരിക്കുക. എന്നിട്ട് ഇതിന്റെ പൊട്ടൻഷ്യൽ ഒന്നും കൂടി നിങ്ങളൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് കോൺഫോർജ് എന്ന പ്രൊജക്ട് എംപവേർഡ് കൂടെ നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതെല്ലാം കൈ നിറയല്ല മനസ്സ് നിറയെ തരണം എന്താണ് എംപവർ ഒരുക്കാണ്.